ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ട് വൈറലാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കഫേയിലൊക്കെ ഒരു പീസിന് പോലും അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഈ ഒരു മിൽക്ക് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു മിൽക്ക് കേക്ക് നിങ്ങൾ ഒറ്റ തവണ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക്. അപ്പം നമുക്കിതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു ട്രെൻഡിങ് മിൽക്ക് കേക്ക് തയ്യാറാക്കാൻ ആദ്യം ഒരു വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഒരു 4 മുട്ട നമുക്ക് എടുക്കാം. എന്നിട്ട് അതിന്റെ വൈറ്റും യെല്ലോയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതേ രണ്ടും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ഒരു 3 തവണ നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതും സാധാരണക്കാരായ നമ്മൾക്ക് നമ്മുടെ കറി വെക്കുന്ന കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്പോഞ്ച് കേക്ക്. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പൊടിച്ച പഞ്ചസാര കറക്റ്റ് 1 കപ്പാണ് ഈ ഒരു കേക്കിലേക്ക് നമുക്ക് വേണ്ടത്. അപ്പോൾ അതേ പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ കുറച്ചധികം ബാക്കിയുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പൊടിച്ചതും പൊടിക്കാത്തതും തമ്മിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവുക. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ കറക്റ്റ് ആയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. തണുപ്പില്ലാത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കണേ. അതുപോലെ മുട്ടയും റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള മുട്ട തന്നെ എടുക്കണേ. ഇനി അതുപോലെ 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയേ. അപ്പൊ ഇതേ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ മിക്സ് ഉണ്ടാവുക. ഇതങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് മുട്ടയുടെ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് ഒന്ന് അങ്ങോട്ട് ബീറ്റാക്കി പതപ്പിച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ള പൊടിച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഹൈ സ്പീഡിൽ ഇതുപോലെ അടിച്ചെടുക്കാം. ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു എഗ് വൈറ്റിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയുടെ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ആ ഒരു എഗ് യോക്കിന്റെ ബാറ്റർ എഗ് വൈറ്റിലേക്ക് തന്നെ ഇട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതേ കട്ടിംഗ് മെത്തേഡിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സാധാ ഒരു കുക്കർ എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കാം. കൂടെ ഇതുപോലെ ഒരു പിഞ്ച് മൈദയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലുമിനിയത്തിന്റെ പ്ലേറ്റ് ഒക്കെ വെച്ച് ഒന്ന് നല്ല പോലെ ചൂടാക്കി എടുത്തതിന് ശേഷം വിസിൽ ഊരിയിട്ട് കുക്കർ അതിന്റെ മുകളിൽ ഇതുപോലെ സിമ്മിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടിപൊളി കേക്ക് റെഡി ആയിട്ട് കിട്ടുവേ. അപ്പൊ ഇതേ ഹൈറ്റ് തന്നെ നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു മിൽക്ക് കേക്ക് റെഡിയാക്കാൻ. അതുകൊണ്ട് ഞാനിത് ഹാഫായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആ ഒരു മിൽക്ക് മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ചത് ഉണ്ടായപ്പെട്ടു കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് പൊടിക്കാത്ത പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ഒരു പാല് സിമ്മിൽ വെച്ച് വറ്റിച്ച് 1 കപ്പാക്കി എടുക്കാം കേട്ടോ കുറുക്കിയിട്ട്. അപ്പൊ ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ടൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ ഒരു പാലിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ഒഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ മിൽക്ക് കേക്കിന്റെ മിൽക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഇതുപോലത്തെ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം
ചില്ലിന്റെയോ ഏതും എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ പുറത്ത് നിന്ന് വാങ്ങിച്ച് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു കേക്ക് ഹാഫ് ആക്കി കട്ട് ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡെല്ലാം നല്ല രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ ചെറുതായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുത് നോക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം കേട്ടോ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ദേ ഇതുപോലെ നമുക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചു നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്ത് പിന്നെയും വീണ്ടും ഒഴിച്ച് നന്നായിട്ട് മിക്സ് മുങ്ങി നിക്കത്തക്ക വിധത്തിൽ സോക്ക് ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതേ ബാക്കിയുള്ള ഹാഫ് കേക്ക് വെച്ചിട്ട് ഞാൻ ഡ്രീം കേക്കിന്റെ ഒരു പാത്രത്തിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബൗൾ വെച്ചിരുന്നേ. അപ്പൊ ആ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഹൈ സ്പീഡിൽ അടിച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് സോക്ക് ആയിട്ടുള്ള ഈ ഒരു കേക്കിന്റെ മുകളിൽ ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റാം, സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെ അതുപോലെ തന്നെ ഈ ഒരു ടിന്നിലുള്ളതും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള അത് കുറച്ച് സ്ട്രോബെറി ആണ്, കൂടെ കുറച്ച് ബ്ലൂബെറി ആണ്. ബ്ലൂബെറി കിട്ടാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം കാണാനുള്ള ലുക്കിനല്ലേ, അപ്പൊ കുറച്ച് കറുത്ത മുന്തിരി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്ഥലത്തായിട്ട് തന്നെ നമുക്ക് സ്ട്രോബെറിയും മുന്തിരിയും വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ഈ ഒരു മിൽക്ക് കേക്കിന് വരുന്നത്. അപ്പൊ ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആലിയ ഭട്ടിന്റെ ട്രെൻഡിങ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇത് കഴിക്കാൻ സത്യം പറഞ്ഞാൽ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്കിത്, അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നേ. അപ്പൊ ദേ ഡ്രീം കേക്കിന്റെ പാത്രത്തിലും ചെയ്തതും നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഓരോ പീസായിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഈ ഒരു മിൽക്ക് മിക്സ് കൂടെ ഒഴിച്ച് സെർവ് ചെയ്യണേ. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ട്രെൻഡിങ് മിൽക്ക് കേക്ക് സെർവ് ചെയ്യുന്ന രീതി. എന്നിട്ട് ആ ഒരു മിൽക്ക് മിക്സിൽ മുക്കി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിൽ ചെയ്താൽ മതി കേട്ടോ. കഫേയിലൊക്കെ പോയി നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പീസിന് തന്നെ നല്ല റേറ്റ് കൊടുക്കണേ. അപ്പം ഈ ഒരു ആലിയ ഭട്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് നിങ്ങളും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ, താങ്ക് യു.